നമ്മുടെ ഈ 1K ആയതിന്റെ സെലിബ്രേഷൻ ആയിട്ട് നമ്മുടെ അടുത്തുള്ള ഒരു ഗ്രൗണ്ട് വൃത്തിയാക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ഇത്രയും ബീർ കുപ്പിയാണ് കിട്ടിയത്. ഇനിയുണ്ട്. ചുറ്റും നമ്മുടെ പിള്ളേരെല്ലാവരും ഉണ്ട്. കുറേ അധികം ഉണ്ട് കുപ്പികളൊക്കെ. ചില്ലിക്കുപ്പികളൊക്കെ പൊട്ടിച്ചിട്ടുണ്ട്. ആൾക്കാർ പശുക്കളൊക്കെ വിടാറുള്ളതാണ്. അതിന്റെ കാലിൽ കുത്തി കയറി കഴിഞ്ഞാൽ എന്താ ചെയ്യാ? വായുമുണ്ട പ്രാണികളല്ലേ അതൊക്കെ. മനുഷ്യന്മാരാണെങ്കിൽ കുഴപ്പമില്ല, ആശുപത്രി പോയിട്ടൊക്കെ ഇഞ്ചക്ഷൻ അടിച്ച കുഴപ്പമില്ലായിരുന്നു. പശുക്കളുടെ കാലിൽ കുത്തി വായി സംസാരിക്കാൻ അറിയാത്ത ഒരു ജീവികളല്ലേ. ഒരു മര്യാദയൊക്കെ വേണ്ട ആൾക്കാർക്ക്. എങ്ങനെ ചെയ്യാ? തെമ്മടുത്തരം ഉണ്ടല്ലേ, ഒരുപാടുണ്ട്. പ്ലാസ്റ്റിക് കുപ്പികൾ കിട്ടി. നിരവധി അനവധി പ്ലാസ്റ്റിക്കുകളുണ്ട് ഇവിടെ. ഇതിന്റെ ഉള്ളിലെല്ലാം മദ്യപാനികളെ ശ്രദ്ധിക്കുന്നതല്ല. നിറയായി, ചാക്ക് നിറയാറായി. നിറയെ പ്ലാസ്റ്റിക് കുപ്പികളുണ്ട്. ഈ സ്ഥലത്തുള്ള വൃത്തിയാക്കാൻ വന്നിരിക്കുകയാണ്. കുറേ ബീർ കുപ്പികളുണ്ട്. കാണിച്ചു കണ്ടോ ഗായ്സ്, നിറയെ ബീർ കുപ്പികളുണ്ട്. കുറേ ആട്ടന്മാര് അധികം പ്ലാസ്റ്റിക് കിട്ടിയിട്ടുണ്ട്. ഇനിയും കഴിഞ്ഞിട്ടില്ല. ഇനി വേറെ അവിടെ നിറയെ ബീർ കുപ്പി കിട്ടിയിട്ടുണ്ട്. അടുക്കി വെച്ചിട്ട് ഇതൊക്കെ ഇനി ഇതൊക്കെ എന്ത് ചെയ്യാണ്? ഇതൊക്കെ ബീർ കുപ്പികളാണ്. പൊട്ടാണ്ട് കിട്ടിയ കുഴപ്പമില്ല, പൊട്ടിയ ബുദ്ധിമുട്ടാണ്. ആൽക്കഹോൾ ഈസ് ഇഞ്ചുറി ടു ഹെൽത്ത് എന്നാണ് പറഞ്ഞത്. മദ്യപാനം ശരീരത്തിന് മാത്രമല്ല, ഈ കാണുന്ന കുപ്പികളാണ് തന്നെ അറിയാം, പ്രകൃതിക്കും കൂടി ദോഷകരമായിട്ടാണ് ഈ നാട്ടിലിപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പൊതുവെ എല്ലാ പ്രദേശങ്ങളിലും ചെറുപ്പക്കാരായാലും കുറച്ച് പ്രായമായ ആൾക്കാരായാലും ശരി, ഒരുപാട് അതുപോലെ കാണുന്ന കുപ്പികൾ പ്ലാസ്റ്റിക് മുക്ത കേരളം എന്ന് നമ്മൾ പറയാറില്ലാതെ ആരും അത് യഥാർത്ഥമായിട്ട് ചെയ്യാറില്ല. മദ്യം വാങ്ങിക്കുന്നു, ഇതുപോലെയുള്ള കുപ്പികൾ മേടിച്ച് കടയിൽ നിന്നും ജ്യൂസ് ബോട്ടിലുകൾ എല്ലാം വാങ്ങിച്ച് പ്രകൃതിയിൽ നിക്ഷേപിക്കുക. അത് ഡിസ്പോസ് ചെയ്യാനായിട്ട് ആരും ശ്രമിക്കുന്നില്ല. നമ്മളിപ്പോൾ ഈ കാട്ടിൽ പരിസരത്തെല്ലാം പോയിട്ട് തന്നെ മുഴുവനായിട്ട് ഇപ്പോൾ ക്ലീൻ ചെയ്തിട്ടുണ്ട്. അത് മാത്രമല്ല, കുപ്പികൾ ഒരുപാട് ബീർ കുപ്പിയുണ്ട്, മദ്യത്തിന് കുപ്പിയുണ്ട്, ചില്ലി കുപ്പികളെല്ലാം പൊട്ടിയ പീസുകളുണ്ട്. 10 ദിവസം മുമ്പ് തന്നെ ഇവിടെ കളിക്കുന്നതിൻ്റെ ഇടയിൽ കാലിൽ തട്ടിയതുകൊണ്ടാണ് അത് ക്ലീൻ ചെയ്യാനായിട്ടുള്ള ഒരു ഇതിനൊക്കെ വന്നത്. അത് പോരാത്തതിന് നമ്മുടെ സുഭാഷിൻ്റെ ഈ ഗ്രൂപ്പിൽ 1000 സബ്സ്ക്രൈബ് വന്നതോടുകൂടി അതും കൂടി അതിനോടൊപ്പം ചെയ്യാൻ കൂടിയിട്ടാണ് ഞങ്ങൾ ഈ പരിപാടി തുടങ്ങിയത്. വലിയൊരു ഉദ്യമമാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. നമുക്കറിയാം, നമ്മുടെ ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ മദ്യവും അതുപോലെ തന്നെ മയക്കുമരുന്നൊക്കെ എത്രത്തോളം ഭീകരമാണെന്ന് നമുക്കറിയാം. അപ്പോൾ നമ്മുടെ കുട്ടികളിനെ ഇപ്പോൾ എല്ലാം ക്ലീൻ ചെയ്ത് അതിനെ നമ്മുടെ ഗ്രൗണ്ടിൽ നിന്ന് ഒഴിവാക്കി ഒരു പുതിയൊരു കളിക്കളം നമ്മളിവിടെ സെറ്റാക്കുകയാണ്. നമ്മളിവിടെ കളിക്കും. അത് ഒരുപാട് അങ്ങനെ കളിക്കാനുള്ള സ്ഥലമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മളതിൽ നിന്നെല്ലാം ക്ലീൻ ആക്കിയിട്ട് എല്ലാം ശരിയാക്കി ഇന്ന് മുതൽ അപ്പോൾ നമ്മളിവിടെ കളി തുടങ്ങിയിട്ട് പുതിയൊരു ഗ്രാമത്തെ നമ്മൾ സൃഷ്ടിക്കുകയാണ്. അപ്പോൾ ഇതിന് എല്ലാം ഒരു പിന്തുണ നൽകിയത് നമ്മുടെ യൂട്യൂബ് ചാനലായിട്ടുള്ള എന്തായാലാണ്. അപ്പോൾ സുബയ്ക്ക് അതിൻ്റെ പേരിൽ നന്ദി നമ്മൾ രേഖപ്പെടുത്തുന്നു. അപ്പോൾ ഇതിന് ശേഷം സുബ എല്ലാവർക്കും ഫുഡൊക്കെ വാങ്ങിക്കൊടുക്കാമെന്നൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് കുട്ടികൾ കുറച്ചുകൂടെ ഉഷാറായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ബാക്കി നമ്മൾ അടുത്ത വീഡിയോയിൽ കാണാം. നമ്മുടെ നാട്ടിലെ സമൂഹ വിരുദ്ധർ നടത്തിയ ഇതാണ്. നമ്മുടെ വരും തലമുറയ്ക്ക് ലഹരിയാവേണ്ടത് മദ്യപാനമല്ല, സ്പോർട്സാണ്. ഫുട്ബോളും ക്രിക്കറ്റും തുടങ്ങിയ സ്പോർട്സാണ് നമ്മുടെ കുട്ടികൾക്ക് ലഹരിയായി വരേണ്ടത്. അല്ലാണ്ട് ഈ മദ്യപാനം ഒരിക്കലും ലഹരിയാക്കാൻ പാടില്ല. അതാണ് നമ്മൾ ഇവിടെ കാണുന്നത്. ചെറിയ ചെറിയ കുട്ടികളാണ് ഈ ശുചീകരണത്തിന് മുൻകൈ എടുത്ത് നിൽക്കുന്നത്. അതിനൊരു തുടക്കമായത് നമ്മുടെ സുഭാഷേട്ടൻ്റെ ചാനലായ എന്തായാലും 1K അടിച്ചതുകൊണ്ടാണ്. നമ്മുടെ ലഹരി മദ്യപാനമല്ല, സ്പോർട്സാണ്. അങ്ങനെയുള്ള ആക്ടിവിറ്റീസുകൾക്കാണ് നമ്മൾ മുൻഗണന കൊടുക്കേണ്ടത്. അപ്പോൾ 1K അടിച്ച എന്തായാലും ചാനലിന് എല്ലാവിധ ആശംസകളും നേരുന്നു. ആവശ്യമുള്ളവർക്ക് ബീർ കുപ്പി നൽകുന്നതാണ്. ആവശ്യം ഉണ്ടാവും.